സമർത്ഥ രാമദാസ്, ഛത്രപതി ശിവജിയുടെ ഗുരുനാഥൻ. മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഗുരുജനങ്ങൾ പറയുന്നത് സമർത്ഥ രാമദാസ് ഹനുമാൻ അംശത്തോടുകൂടി ജനിച്ച ആളാണെന്ന് കൂടിയാണ്. അപ്പോൾ സമർത്ഥ രാമദാസിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ അംശാവതാരം എന്ന് പറയുമ്പോൾ പരമരാമഭക്തനാണ്. അപ്പോൾ സമർത്ഥ രാമദാസ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ ഒരു ശൈലി കണ്ടാൽ ശ്രീരാമചന്ദ്രൻ്റെ പോലെയാണ് അദ്ദേഹം കാണപ്പെടുന്നത്. മരവുരുടുത്തിട്ടുണ്ടാവും, ജട കെട്ടിയിട്ടുണ്ടാവും, കയ്യിൽ വില്ലും അമ്പുണ്ടാവും. കണ്ട ശ്രീരാമചന്ദ്രനെ നമ്മൾ എങ്ങനെയാണോ ഭാവനയിൽ കാണുന്നത്, ആ വേഷപ്പകർച്ചയോടുകൂടിയാണ് അദ്ദേഹം സഞ്ചരിക്കാറ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യത്തിനും രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ ചിലർ ഇദ്ദേഹത്തെ നിന്ദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ മഹിമ കണ്ട് ആരാധിക്കുന്നവരുണ്ട്. ഒരിക്കലും കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന് ചോദിച്ചു, അങ്ങ് എന്ത് ഉദ്ദേശമാണ് ഈ ശ്രീരാമചന്ദ്രനെ പോലെ വേഷം കെട്ടി കിടക്കുന്നത്? അല്ല, ഞാനും രാമനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അദ്ദേഹം ചോദിച്ചു. അല്ല, അങ്ങയുടെ കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്, രാമബാണം ഒരിക്കലും പാഴാകാറില്ല. അങ്ങയ്ക്കും അതുപോലെ കൃത്യമായിട്ട് അസ്ത്രം ചെയ്യാൻ സാധിക്കുമോ? ഇതേപോലെ രാമന് പറ്റുമെങ്കിൽ രാമഭക്തനായ എനിക്കും സാധിക്കും. ആ സമയമാണ് ആകാശത്തിലുള്ള കുറേ പക്ഷികൾ പറന്നു പോകുന്നുണ്ട്. ഇവർ ചോദിച്ചു, അതിലൊരു പക്ഷിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, ഈ പക്ഷിയെ അങ്ങേക്ക് എഴുതി വീഴ്ത്താൻ സാധിക്കുമോ? ശ്രീരാമചന്ദ്രൻ എവിടെയാണോ ഉന്നം വെച്ചത് സാധിക്കുമല്ലോ, അങ്ങേക്ക് അതിന് സാധിക്കുമോ? നോക്കാം, രാമന് പറ്റെങ്കിൽ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം വില്ലെടുത്തു, അമ്പ് തൊടുത്തു. കൃത്യം ഏതിനെയാണോ ഉദ്ദേശിച്ചത് ആ പക്ഷിയുടെ തന്നെ ഈ അമ്പ് ചെന്ന് തറച്ചു. അത് താഴെ വീണു. അദ്ദേഹം ഓടിച്ചെന്നെടുത്തു. നോക്കൂ, ലക്ഷ്യം പിഴച്ചിട്ടില്ല. അപ്പോൾ കൂടെ നിന്ന ആൾക്കാർ അവരുടെ വാദഗതി വേറെ വിധത്തിലാക്കി. ഇതെല്ലാ കാലത്തും എല്ലായിടത്തും ഉള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാണാൻ മേലെ ഇത് തന്നെ. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങ് ഒരു സന്യാസിയാണ്, രാമനാണ് ഇത് എഴുതി വീഴ്ത്തിയെങ്കിൽ, രാമൻ കൊന്നതാണെങ്കിൽ രാമന് ജീവിപ്പിക്കാൻ സാധിക്കും, അങ്ങേക്ക് ജീവൻ കൊടുക്കാൻ സാധ്യമല്ല. ഈ ഒരു മഹാഭാവം ഒരു സന്യാസി ആയിരിക്കെ അങ്ങ് ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് രാജാവിനെ അറിയിക്കാനായിട്ടൊക്കെ പോയി. ഛത്രപതി ശിവജിയുടെ അടുത്ത് പോയി, അങ്ങയുടെ ഗുരുനാഥൻ ആൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഫ്രോഡാണ്. കാരണം എന്താണ്? അദ്ദേഹം പക്ഷിയെ ചെയ്ത് കൊന്നിരിക്കുന്നു, സന്യാസധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു. കഥകളി പറയും. അപ്പോഴത്തേക്കും ശിവജി മഹാരാജാവൊക്കെ എഴുന്നള്ളി. ഇതിൻ്റെ ഇടയ്ക്ക് സമർത്ഥ രാമദാസ് ആ പക്ഷി കയ്യിലെടുത്തു. രാമന് ഇതിനെ ജീവിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ രാമദാസനും സാധിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ തൃക്കരത്തിൽ ആ ചത്ത പക്ഷിയെടുത്തു, അമ്പൂരി കളഞ്ഞു. തൻ്റെ രണ്ട് കൈകളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രാമനാമം ജപിക്കാൻ തുടങ്ങി. കുറച്ച് നേരം ജപിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ അദ്ദേഹം ആ മൂടി പിടിച്ചിരുന്ന ഒരു കൈത്തലെടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു, പറന്നു പൊക്കോളൂ എന്ന് പറഞ്ഞു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്ന പോലെ ആ പക്ഷി പറന്ന് ആകാശത്തേക്ക് പോകുന്നതും കാണുകയാണ്. അപ്പോഴാണ് സമർത്ഥ രാമദാസിൻ്റെ മഹിമ ആ കാലത്തുള്ളവരിൽ അധികം പേരും മനസ്സിലാക്കിയത്. അപ്പോൾ രാമനെ ചിന്തിച്ച് ചിന്തിച്ച് രാമനെ പോലെയായി നമ്മൾ മാറണം. ഇന്നല്ലെങ്കിൽ നാളെ രാമായണം പാരായണത്തിൻ്റെ ലക്ഷ്യവും രാമായണ പഠനത്തിൻ്റെ ലക്ഷ്യവും അതാണ്. അമ്പും വില്ലും കൊണ്ടിടന്ന് അമ്പ് ചെയ്യുക എന്നുള്ളതല്ല. ആ എങ്ങനെയാണോ രാമൻ ധർമ്മത്തിന് വേണ്ടി ജീവിച്ചത്, ധർമ്മത്തിന് വേണ്ടി അദ്ദേഹം അച്ഛൻ്റെ വാക്ക് പാലിച്ചു, അതേ ധർമ്മം പാലിക്കാൻ വേണ്ടി അച്ഛനെ അദ്ദേഹം മാറ്റി നിർത്തി. അതേ ധർമ്മം പാലിക്കാൻ വേണ്ടി സീതയെ കൂടെ കൊണ്ടുപോയി. അതേ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി സീതയെ ത്യജിക്കാനും തയ്യാറായി. അതേ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി തന്നെ പ്രാണപ്രിയനായ ലക്ഷ്മണനെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു. ഇതൊക്കെ വച്ചുകൊണ്ടാണ് വാൽമീകി മഹർഷി പറഞ്ഞത്, രാമോ വിഗ്രഹവാൻ ധർമ്മഃ. രാമൻ ധർമ്മസ്വരൂപമാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മഃ. ഇത് പറയണത് സാക്ഷാൽ മാരീചനെ കൊണ്ടാണ്. ഈ വിവരം വാൽമീകി മഹർഷി പറയിക്കുന്നതെന്ന് ഓർക്കണം. നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം പറയേണ്ടത് ശത്രുക്കൾ വേണം. നമ്മളെ വേണ്ടപ്പെട്ടവരെപ്പോഴും നമ്മളെപ്പറ്റി നല്ലതേ പറയുള്ളൂ. ആ ധർമ്മസ്വരൂപനായതിൻ്റെ കാരണം ഇതാണ്. ധർമ്മത്തിന് വേണ്ടിയായിരുന്നു രാമൻ. രാമായണത്തിലെ കടന്നു പോകുന്ന ഓരോരുത്തരും നമ്മൾ ധർമ്മത്തിന് വേണ്ടി ജീവിക്കണം. അച്ഛനോടുള്ള ധർമ്മം, അമ്മയോടുള്ള ധർമ്മം, ഭാര്യയോടുള്ള ധർമ്മം, ഭർത്താവിനോടുള്ള ധർമ്മം, അതിലൊക്കെ ഉപരി രാജ്യത്തോടുള്ള ധർമ്മം. രാജ്യത്തോടുള്ള ധർമ്മമാണ് ഏറ്റവും ഉന്നതമായ ധർമ്മം ഒരു
ജീവനെ സംബന്ധിച്ചു കൊടുത്തോളൂ. നമസ്കാരം.